മലയാള സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത താരമാണ് ഉണ്ണിമേരി. ഓമനത്തം തുളുമ്പുന്ന മുഖവുമായി 1969 നവവധുവിലൂടെയാണ് ബാലനടിയായി ഉണ്ണിമേരി സിനിമയിലേക്കെത്തിയത്. വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തിയ ഉണ്ണിമേരി പിന്നീട് കുടുംബജീവിതത്തിലും സുവിശേഷ പ്രചരണങ്ങളിലൂടെയും ഒക്കെയാണ് മുന്നോട്ടു പോയത്. ഇടയ്ക്കിടെ ചില സിനിമാ താരങ്ങളും ആരാധകരുമൊക്കെ ആകസ്മികമായി കണ്ടുമുട്ടുമ്പോൾ പകർത്തുന്ന സെൽഫി ചിത്രങ്ങളിലൂടെയാണ് ഉണ്ണിമേരിയുടെ പുത്തൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നത്. ഇപ്പോഴിതാ ഒരു സിനിമ കാണാനെത്തിയ നടിയുടെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിനീത് ശ്രീനിവാസന്റെ സിനിമ കാണാനെത്തിയ നടിയെ കണ്ടാൽ ഇപ്പോൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലേക്ക് എത്തിയെന്നാണ് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീപ എന്നായിരുന്നു നടിയുടെ യഥാർത്ഥ പേര്. സിനിമയിലെത്തിയ ശേഷം ഉണ്ണിമേരി എന്നാക്കുകയായിരുന്നു. പിന്നീട് നായികാ നിരയിലേക്ക് ഉയർന്ന താരം ഗ്ലാമർ വേഷങ്ങളിലൂടെയും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിലൂടെയും തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താര സുന്ദരിയായി വളരുകയായിരുന്നു. കണ്ണപ്പൻ ഉണ്ണി, മഹാബലി, തിങ്കളാഴ്ച നല്ല ദിവസം, ചട്ടമ്പി കല്യാണി, ഗൃഹപ്രവേശം തുടങ്ങി 300-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്കും കടന്നു. പിന്നീട് മുഴുവൻ സമയം സുവിശേഷ പ്രവർത്തകയായി മാറി. ഇപ്പോൾ കുടുംബത്തോടൊപ്പം എറണാകുളത്താണ് ഉണ്ണിമേരി താമസിക്കുന്നത്. അഗസ്റ്റിൻ ഫെർണാണ്ടസ് വിക്ടോറിയ ദമ്പതികളുടെ മകളായി 1962 എറണാകുളത്ത് ഉണ്ണിമേരി ജനിച്ചത്. സെന്റ് തെരേസാസിലായിരുന്നു പഠിച്ചത്. 3-ാം വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. 7-ാം വയസ്സിൽ സിനിമയിലേക്കെത്തി. പിന്നീട് നായികാ നിരയിലേക്ക് ഉയർന്ന താരം ഇതിഹാസ നടൻ പ്രേം നസീറിന്റെ നായികയായാണ് കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചത്. അന്ന് മലയാള സിനിമയിലെ സൗന്ദര്യ റാണിമാരിൽ ഒരാളായിരുന്നു ഉണ്ണിമേരിയും ജയഭാരതിയുമൊക്കെ. ഭംഗിയുടെ കാര്യത്തിൽ ഇവർ കഴിഞ്ഞേ ഏത് നായിക നടിയും ഉണ്ടായിരുന്നുള്ളൂ. മലയാളത്തിന് പുറമെ തെലുങ്കിലും തമിഴിലും കന്നഡയിലുമൊക്കെ സജീവമായിരുന്നു. ഓരോ ഭാഷയിലെയും അക്കാലത്തെ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുമുണ്ട്. 23 വർഷക്കാലം സിനിമാ ലോകത്ത് സജീവമായിരുന്നു. 92 എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലാണ് ഒടുവിൽ അഭിനയിച്ചത്. തമിഴിൽ ദീപ എന്ന പേരിലായിരുന്നു താരം അറിയപ്പെട്ടത്. കണ്ണപ്പനുണ്ണി, തച്ചോളി അമ്പു ഉൾപ്പെടെ നിരവധി മലയാള സിനിമകളിലും, ജാണി, മുന്താണെ മുടിച്ച് തുടങ്ങി തമിഴ് സിനിമകളിലും, കാട്ടുറാണി, ലേഡീസ് ടൈലർ, കല്യാണപ്പറവകൾ തുടങ്ങിയ കന്നഡ സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കോളേജ് അധ്യാപകനായ റെജോയുമായി 1982 താരത്തിന്റെ വിവാഹം. ഇപ്പോൾ കുടുംബത്തോടൊപ്പം എറണാകുളം കലൂരിലാണ് താമസിക്കുന്നത്. ഭർത്താവും മകനും മരുമകളും പേരക്കുട്ടിയും അടങ്ങുന്നതാണ് കുടുംബം. ഇപ്പോൾ 63 വയസ്സാണ് നടിയുടെ പ്രായം. സിനിമ വിട്ട ശേഷം കുറച്ചുനാൾ രാഷ്ട്രീയ പ്രവർത്തനവുമായി സജീവമായിരുന്നു. പിന്നീട് സുവിശേഷ പ്രഘോഷണത്തിൽ സജീവമാകുകയായിരുന്നു നടി. നീണ്ടകാലത്തെ അഭിനയ ജീവിതത്തിന് ശേഷം കുടുംബവും സുവിശേഷ പ്രചരണവുമൊക്കെയായി മറ്റ് മേഖലകളിൽ സജീവമായ ഉണ്ണിമേരി സോഷ്യൽ മീഡിയയിൽ ഒട്ടും തന്നെ സജീവമല്ല. ഇടയ്ക്കിടെ ചില സിനിമാ താരങ്ങളും ആരാധകരുമൊക്കെ ആകസ്മികമായി കണ്ടുമുട്ടുമ്പോൾ പകർത്തുന്ന സെൽഫി ചിത്രങ്ങളിലൂടെയാണ് അടുത്തിടെ ഉണ്ണിമേരിയുടെ പുത്തൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.